ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കടലക്കറിയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് നമ്മൾ കടല എടുത്തിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് നമ്മളേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നമ്മൾ കടലെടുത്ത അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ നമ്മളെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ 6 വിസിലാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു മസാല റെഡിയാക്കാം. അതിന് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളെടുത്തിട്ടുണ്ട്. മുളക് പൊടി അതും 1.5 ടീസ്പൂൺ മുളക് പൊടിയും നമ്മളെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കടല കുക്കറിൽ വെക്കുമ്പോൾ തന്നെ കുറച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അത് ഒരു പേസ്റ്റ് രൂപത്തിലാകരുത്. നമ്മളൊരു ഡ്രൈ കണ്ടീഷൻ തന്നെ ഒരു ബൗൾ പോലെ നമുക്കൊന്ന് മസാല ഉരുട്ടിയെടുക്കാം. ആ കൈ കൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഏകദേശം കടലയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 കയ്യിൽ കടല നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു അടുപ്പ് കത്തിച്ച് ഒരു പാനിൽ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഏകദേശം പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടി നമ്മൾ അതിൽ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. ആ തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമ്മളെ മസാല നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇടാൻ മറന്നുപോയി. അതായത് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചെയ്യണം. മസാലയൊക്കെ ഏകദേശം മൂത്ത് ലെവലായി വന്ന ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കടല അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച കടല നമ്മളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒരു ചെറിയൊരു തിള വരുന്നവരെ. ഇപ്പോൾ നമുക്ക് ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 2 കയ്യിൽ കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പും ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കടലക്കറി. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ദോശേൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം നിർദ്ദേശങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മൊബൈലിലെത്തുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമുക്ക് ദോശേൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ദോശ എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കടലക്കറി അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബായ്.